അല്ലേ? അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരിൽ റബ്ബിനോട് സംസാരിച്ച മൂസ നബിയോട്, യാ മൂസ, മൂസ നബിയേ, എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ. ലൻ തറാനീ, എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ റബ്ബാണ് അല്ലാഹുവിനെ അല്ലാഹു തആല നബിക്ക് കാണിച്ചു കൊടുത്തത്. അല്ലാഹുവിനെ കാണിച്ചു കൊടുത്തില്ലേ? سريت من حرم ليلا إلى حرم كما سر البدر في تاج من الظلم شلقوا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ونور ورقتنا مربد سريت من حرم ليلا إلى حرم كما سر البدر في تاج من الظلم مولاي لم دائما أبدا على حبيبك خير الخلق كلهم ഹറമിൽ നിന്ന് ഹറമിലേക്ക്, അവിടെ നിന്ന് ഏഴാകാശങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ അദൃശ്യമണ്ഡലങ്ങളിലേക്ക് അള്ളാഹു കൊണ്ടുപോവുകയും റആ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മർറതൈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അഷ്റഫുൽ ഖൽഖ് അല്ലാഹുവിനെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതൊരു സാധാരണക്കാരനുണ്ടായിട്ടുണ്ടോ എന്റെ സഹോദരാ? ഇത് അസാധാരണമായൊരു നബിക്കുണ്ടായിട്ടുണ്ടോ? ലോകത്ത് ഒരു നബിക്കും കൊടുക്കാത്ത ഇസ്രാഉം മിഅ്റാജും അത് ആരെങ്കിലും നിഷേധിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകില്ലേ? ആ മിഅ്റാജിൽ നബി അല്ലാഹുവിനെ കണ്ടിട്ടില്ലേ? ആ കണ്ടത് ഖൽബിന്റെ കണ്ണുകൊണ്ടാണോ മുഖത്തെ കണ്ണുകൊണ്ടാണോ എന്ന് മാത്രമാണ് ആയിഷ ബീവിക്കും ഇബ്നു അബ്ബാസ് എന്നവർക്കും റളിയല്ലാഹു അൻഹുമാ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. കണ്ടിട്ടില്ല എന്നല്ല, കണ്ടിട്ടുണ്ട്. മുഖത്തെ കണ്ണുകൊണ്ടാണോ ഖൽബിലെ കണ്ണുകൊണ്ടാണോ? ആയിഷ ബീവി പറഞ്ഞു, മുഖത്തെ കണ്ണുകൊണ്ട് എങ്ങനെയാ കാണുക? അല്ലാഹു അല്ലേ പറഞ്ഞത്, ലാ തുദ്രികുഹുൽ അബ്സാർ, അല്ലാഹുവിനെ കണ്ണുകൾക്ക് കീഴടക്കാൻ കഴിയില്ല. അപ്പൊ കണ്ണുകൊണ്ടല്ല കണ്ടത് എന്ന് വരും. ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു, ആയിഷ ബീവി ആ ആയത്തിന്റെ ബാക്കി ഒന്ന് ഓതി നോക്കൂ. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കാണുന്നതിനെ കാണാതെയാക്കാനും കണ്ണുകളെ കീഴ്പ്പെടുത്തുന്നവനല്ലയോ അല്ലാഹു? ഹബീബിനെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് സർവമാന ഭൗതിക സിദ്ധാന്തങ്ങളും E=mc² എന്ന എനർജിയുടെ സിദ്ധാന്തം പോലും പൊളിച്ചെഴുതി ഏഴാകാശങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയ അല്ലാഹുവിനെ, ആ ഹബീബിനെ അവിടുത്തെ പരിശുദ്ധമായ കണ്ണുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റൂലേ? തടി കൊണ്ടല്ലേ ഹബീബ് ഇസ്രാഉം മിഅ്റാജും പോയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹുവിനെ കണ്ടുവന്ന നബിയല്ലേ, ഇസ്രാ ഉണ്ടായ നബിയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതൊന്നും കാണാതെ നബി സാധാരണക്കാരൻ എന്ന് നിങ്ങൾ ഈ പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നബിക്ക് നിങ്ങൾ അറിയിക്കുന്നതിലേറെ കൊടുക്കണ്ടെന്നോ? ഇത് നബിക്ക് അറിയിക്കുന്നതല്ലേ? ഇതൊരു സാധാരണക്കാരനുണ്ടാകുന്ന വിഷയമാണോ? ഇങ്ങനെ ഹബീബിന്റെ മുഅ്ജിസത്തുകളെ, ഹബീബിന്റെ മഹത്വങ്ങളെ ഒന്നൊന്നായി ഇല്ലാതെയാക്കി വിശ്വസിക്കാനും സത്യവിശ്വാസികൾ ഹബീബിനോട് കാണിക്കുന്ന ബഹുമാനം ഇതൊന്നും കാണിക്കണ്ട ഒരു പച്ചമനുഷ്യരെന്ന് പറയലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പേടിക്കണേ. ഒരു വാക്ക് ഹബീബിനെ മോശപ്പെടുത്തി വർത്തമാനം പറഞ്ഞാൽ, ഒരു വാക്ക് ഹബീബിനെ അനാദരവായി പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോകുമെന്നാണ് ശരീഅത്തിന്റെ നിയമം. നിസ്കരിക്കാതിരുന്നാൽ ഞങ്ങളിത് പറയൂല, നിങ്ങൾ നോമ്പ് നോക്കാതിരുന്നാൽ ഇത് പറയില്ല ശരീഅത്ത്. ഹബീബിനെ മോശപ്പെടുത്തി താറടിച്ചു കാണിക്കാൻ, ഹബീബിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താനാണ് ഈ സാധാരണക്കാരന്റെ വേഷം നബിക്ക് ചാർത്തുന്നതെങ്കിൽ പേടിക്കണം, പേടിക്കണം. ഷഹാദത്ത് മടക്കി ചൊല്ലേണ്ടി വരും, ഷഹാദത്ത് മടക്കി ചൊല്ലേണ്ടി വരും. ഹബീബിനോടാണോ നിങ്ങൾ കളിക്കുന്നത്? എല്ലാം സാധാരണത്വം. ഹബീബിന്റെ ചരിത്രമായി, ഹബീബിന്റെ മുഅ്ജിസത്തുമായി നബിയെ പറ്റി ആരെങ്കിലും മലക്കാണെന്നോ ജിന്നാണെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിന് അർത്ഥമുണ്ട്. അത് ലോകത്തെ ഏത് മുസ്ലിമാണ് പറഞ്ഞത് ഹബീബ് മലക്കാണ് ജിന്നാണ് എന്ന്? ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. വിവരമുള്ള അറിവുള്ള നമുക്ക് അറിഞ്ഞിടത്തോളം പറയാൻ കഴിയുന്നത് അന്നഹു ബശറു, നബി മനുഷ്യർ തന്നെയാണ്. അവിടെ നിർത്തരുത്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, എല്ലാ സൃഷ്ടികളെക്കാളും
ഉത്തമരല്ലയോ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ നബിയെ പറ്റി സാധാരണക്കാരനെന്ന് ഇനിയെങ്കിലും പറയല്ലേ, നിന്റെ മിമ്പറിൽ കയറി പ്രസംഗിക്കല്ല. ഹബീബിനെ പറ്റി പറയുമ്പോൾ വേദനയുണ്ട്, ഹബീബിനെ പറ്റി പറയുമ്പോൾ ഇതിൽ വേദനയുണ്ട് ഞങ്ങൾക്ക്. ഇത് പറയല്ലേ, ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പറയുന്നതെങ്കിൽ വിവരക്കേടാണെന്ന് മനസ്സിലാക്കാം. ഇത് കാപട്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് നിഫാഖിന്റെ അടയാളമാണ്. പറഞ്ഞു പോവല്ലേ, പറഞ്ഞു പോവല്ലേ. വിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഈമാനുള്ളവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയെ, എന്റെ നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത്. സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത്. എന്റെ നബിയെക്കാളും നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദിൻ, നിങ്ങൾ പരസ്പരം ഒച്ച വെച്ച് സംസാരിക്കുന്ന പോലെ എന്റെ നബിയുടെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കരുത്. എന്താ സംഭവിക്കുക? ആരോടായി പറയുന്നത്? നബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത സുഹാബികളോട്, നബിയുടെ കൂടെ ഉംറ ചെയ്ത സുഹാബികളോട്, ഹബീബിന്റെ കൂടെ 27ഓളം ഗസ്വത്തുകളിൽ പോയ സഹാബിമാരോട്, ബദറിലും ഉഹദിലും നബിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ചോര ചിന്താൻ ഇറങ്ങിയ സ്വഹാബികളോട് അല്ലാഹു പറയുന്ന വാക്ക് സൂറത്തുൽ ഹുജറാത്ത് എടുത്തു നോക്കി. എന്റെ നബിയേക്കാൾ ശബ്ദമുയർത്തരുത്. എന്താ നടക്കുക? അൻതഹ്ബത, നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും. നിങ്ങൾ പഠിപ്പിക്കുന്നത് തൗഹീദായിരിക്കാം, നിങ്ങൾ ചെയ്യുന്നത് നന്മയോ ഇസ്ലാഹോ ആയിരിക്കാം, ഇഹ്സാനോ എന്തോ ആകട്ടെ, ഇതൊന്നും അല്ലാഹുവിന് പ്രശ്നമല്ല. എന്റെ ഹബീബിനോട് ബഹുമാനമില്ലാതെ സംസാരിച്ചാൽ, സ്വഹാബികളോടായി പറഞ്ഞത്, നമ്മളോടാണെങ്കിൽ അർത്ഥം മാറിപ്പോയത്. സ്വഹാബികളോടാണ് ഈ പറയുന്നത്. മലകളോളം വരുന്ന അമല് ചെയ്തവർ, എന്താ ബദറിൽ പോയതിന്റെ കൂലി, എന്താ ബദരീങ്ങളുടെ മഹത്വം? لعل الله اطلع على اهل بدر فقال يعملوا ما شئتم فاني غفرت لكم. ബദരീങ്ങളെ, നിങ്ങൾ ഇനി എന്തും ചെയ്തോളൂ, ഞാൻ പുറത്തുവച്ചിട്ടുണ്ട്. അങ്ങനത്തെ ബദരീങ്ങളോടാണ് ഖുർആൻ പറയുന്നത്, എന്റെ നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിയാൽ. ഈ ഒരു ആയത്ത് പഠിച്ചാൽ ലോകത്ത് ബിദ്അക്കാർക്ക് പഠിക്കാൻ എമ്പാടുമുണ്ട്. ഈ ആയത്തിൽ ആശയം മനസ്സിലാക്കണം. ഓരോ നേരിടുന്ന് നിർത്തിവെക്കാൻ ഇനി സമയമായിട്ടുണ്ട്. എന്റെ നബിയേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ അൻതഹ്ബത അഅമാലുകും, ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും, എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും, എല്ലാം പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളത് അറിഞ്ഞില്ല എന്ന് വരും. എങ്ങനെ? നിങ്ങളുടെ നിസ്കാരം എനിക്ക് വേണ്ട, നിങ്ങളുടെ നോമ്പ് എനിക്ക് വേണ്ട, നിങ്ങളുടെ പ്രവർത്തനമോ നിങ്ങളുടെ നവോത്ഥാനമോ എനിക്ക് വേണ്ട. എന്റെ റസൂലിനെ താറടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതല്ലേ ഈ ആയത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഗൗരവമുള്ളത് കൊണ്ടാണ് ഞാൻ അത്രക്ക് പച്ചയിൽ പറയുന്നത്. ഇതിലെനിക്ക് വേദനയുണ്ട്. ഈ മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ അമുസ്ലിമീങ്ങൾക്ക് നബിയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സദസ്സാണിത്. അമുസ്ലിമീങ്ങൾക്ക് ഹബീബിന്റെ സ്വഭാവം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ച സദസ്സാണിത്. പക്ഷേ നമുക്കിടയിൽ സംശയക്കാരുണ്ടെങ്കിൽ, നമ്മുടെ ഇടയിൽ തന്നെ ഈ ദീനിന്റെ മഹത്വം പൊളിക്കാൻ ഇറങ്ങി തിരിച്ചവരുണ്ടെങ്കിൽ അവർക്കൊന്ന് തിരുത്താൻ സമയം അനുവദിക്കുകയാണ്. അല്ലാഹുവിനോർത്ത് തിരിച്ചു വരണം, തൗബ ചെയ്ത് മടങ്ങണം. ഹബീബിനെ താറടിക്കുന്ന പദപ്രയോഗം നടന്നല്ല. ഹബീബിനെ കുറിച്ച് നീ എന്ന് പറയാൻ പാടുണ്ടോ? നീ പരിഭാഷകൾ എടുത്തു നോക്കി. പരിഭാഷ നീ, അവൻ, ബ്രാക്കറ്റിൽ ചിലപ്പോൾ റസൂല്, ആര്? പ്രവാചകൻ, അവൻ. അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ടോ ഈ പ്രയോഗം? ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ഈസ നബിയെക്കാളും ഈസ നബിയുടെ പേര് പറഞ്ഞ അത്ര നിങ്ങളുടെ ഖുർആനിൽ നിങ്ങളുടെ മുഹമ്മദ് നബിയെ പറഞ്ഞിട്ടില്ലല്ലോ. ശരി തന്നെയാണ് ക്രിസ്ത്യാനി സഹോദര, ശരി തന്നെയാണ്. എന്റെ കാരണം എന്നറിയോ? എല്ലാ നബിമാരെയും അല്ലാഹു പേരെടുത്തിട്ടാണ് വിളിച്ചത്. യാ ഈസ, യാ മൂസ, യാ ഇബ്രാഹിം. നമ്മുടെ നബിനെ കുറിച്ച് അല്ലാഹു അങ്ങനെ വിളിച്ചിട്ടില്ല. വിളിച്ചത് 4 വാക്കുകളാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മുസമ്മിലായോരേ നബിയേ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലായവരെ. യാ
നാട്ടിൽ വിളിക്കാൻ പറ്റാത്തോണ്ടാ യാ മുഹമ്മദ് എന്ന്. എല്ലാ നബിമാരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് തവണ നബിയോട് അഭിസംബോധന ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് അല്ലാഹു പോലും വിളിച്ചിട്ടില്ലല്ലോ. മുഹമ്മദ് എന്ന പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ഖുർആനിൽ പ്രയോഗിച്ചത് നബിയെ പരിചയപ്പെടുത്തുമ്പോഴാണ്. മുഹമ്മദ് നബി റസൂലാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. നബിയോട് ഡയറക്റ്റ് പോലും അല്ലാഹു ഓ റസൂൽ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? നമുക്ക് ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിച്ചുകൂടെ? അവൻ എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ നിന്യമായി പ്രയോഗിക്കുന്ന പ്രയോഗമല്ലേ? അവൻ എന്ന് പറയുന്നത് ബഹുമാനമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കല്ലേ? പരിഭാഷ വായിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ആപ്പുകൾ കിട്ടിയേക്കാം പരിഭാഷയുടെ. അവൻ 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 എന്ന്, നീ നീ എന്ന് ഹബീബിനെ പറയുന്നിടത്ത് ഹബീബിനെ പറയുമ്പോൾ നീ എന്നോ അവനെന്നോ പറയുന്ന പ്രയോഗം ആദരവില്ലാത്ത ബഹുമാനമില്ലാത്ത പ്രയോഗമാണ്. ഖൽബിൽ നബിയോട് സ്നേഹമുള്ള ഒരാൾക്ക് അങ്ങനെ പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. കിട്ടുന്ന പരിഭാഷ കൊണ്ടുവരണ്ട, പരിഭാഷ കിട്ടിയതൊക്കെ വായിച്ചു നടക്കണ്ട. അതിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ പോയി പോകും. ഈമാൻ ബഹുമാനമാണ്. എന്റെ നബിയോട് ബഹുമാനമില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമല്ലേ ഖുർആൻ പറഞ്ഞത്? അമലൊക്കെ പൊളിഞ്ഞു പോകുന്നു. നിങ്ങൾ ഒരു ദിവസം നിസ്കാരം പോകുന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ഒരു കൊല്ലത്തെ നോമ്പ് ഞാൻ എടുക്കുന്നതാണെന്ന് പറഞ്ഞത്. ആണോ? അമല് മുഴുവൻ പൊളിയും. എന്തിന്? ഒരൊറ്റ തവണ എന്റെ നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ. ആരോടായി പറയുന്നത്? ഖുർആൻ സ്വഹാബികളോട്. ഇനി മനസ്സിലാക്കി ഇത് സാധാരണക്കാരനോ അല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം 10:30. ഞാൻ നിർത്തുകയാണ്. പരമാവധി സമയമെടുത്തു. നമ്മൾ നിയമം പാലിക്കേണ്ട ആളുകളാണ്. നമുക്കിവിടെ നിയമ സംവിധാനങ്ങളുണ്ട്, അത് നമ്മൾ പാലിച്ചേ പറ്റൂ. മുസ്ലിമീങ്ങൾ നിയമം അംഗീകരിക്കുന്നവരാണെന്നെങ്കിലും ഒരു നല്ല മെസ്സേജ് മറ്റുള്ളവർക്ക് നമ്മൾ കൈമാറാം. നമ്മുടെ സുഹൃത്തുക്കളെ തെറ്റിദ്ധാരണപ്പെട്ടു പോകല്ലേ. എനിക്ക് സഹതാപമുണ്ട്, വിഷമമുണ്ട്, സങ്കടമുണ്ട് മുസ്ലിമീങ്ങളിൽ ഇത്തരം വാക്കുകളും പ്രയോഗങ്ങളും നടക്കുന്നത്. നബിയെ ബഹുമാനിച്ചു. മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്ന് 10 വർഷം പൂർത്തിയാകുന്ന അങ്ങനത്തെ ഒരു റബീഉൽ അവ്വൽ 12-നാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറയുന്നത്. ഹബീബ് ലോകത്തോട് വിട പറയുകയാണ്. മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുന്നു റസൂലുള്ളാഹി. ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ച് കിടക്കുന്നു. ഫാത്തിമ ബീവി വരുന്നുണ്ട്. ബീവിയോട് എന്തൊക്കെയോ നബി സ്വകാര്യം പറയുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി ഒരൽപ്പം വെള്ളം കൊണ്ടുതരൂ. ആ വെള്ളത്തിൽ കൈവച്ചുകൊണ്ട് നെറ്റിയിൽ തടവിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. ഞങ്ങൾ ലോകത്തോടെ യാത്ര പറയുകയാണ്. അവിടുത്തെ ചെറിയ ഒരു ചുമരിന്റെ ചെറിയ ഒരു ജനാലയുണ്ട്, കർട്ടനുള്ള ജനാല. ആ കർട്ടൻ ഇങ്ങനെ നീക്കി നോക്കുന്നു സുബഹി നിസ്കാര നേരത്ത്. അപ്പോഴവിടെ സ്വഹാബികൾ വന്നു നിൽപ്പുണ്ട്, നബിയുടെ സ്വഹാബിമാർ. അവർ നിസ്കാരത്തിന് നബിയെ കാത്തിരിക്കുകയാണ്. 63 വയസ്സിലല്ലോ നബി തങ്ങൾ വഫാത്താകുന്നത്. ആരോഗ്യമുള്ള സമയമല്ലേ 60. നബിക്ക് വഫാത്താകുമ്പോൾ കുടവയറ് പോലും ഉണ്ടായിരുന്നില്ലെന്നാണ്. അത്രക്ക് ആരോഗ്യമുള്ള സമയമാണ്. അസുഖം കാര്യമായിട്ടൊന്നും നബി തങ്ങൾക്കില്ല. പനിയാണ്, മറ്റൊന്നുമല്ല. പിന്നെ ഖൈബറിൽ വിഷം കൊടുത്തതിന്റെ ബുദ്ധിമുട്ടുമുണ്ട്. നിസ്കാരം നടക്കാൻ പോകുമ്പോൾ സ്വഹാബികൾ സഫായി നിൽക്കുന്ന കാഴ്ചയാണ് അവസാനം നബിയെ ചിരിപ്പിച്ചത്, സന്തോഷിപ്പിച്ചത്. ആ ജനാലയുടെ കർട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് സ്വഹാബികളെ, സഫായി നിൽക്കുന്ന സ്വഹാബികളെ നബി ഇങ്ങനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. സ്വഹാബത്ത് വിചാരിച്ചു നബി ഞങ്ങളിലേക്ക് വരികയാണ്, നബി ഇമാമത്ത് നിൽക്കാൻ വരും, നബി മെഹ്റാബിലേക്ക് കടന്നു നിൽക്കും. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിക്കുന്നത് ഞാൻ ലോകത്തോട് വിട പറയുമ്പോൾ എന്റെ ഉമ്മത്തികൾ നിസ്കരിക്കുന്നവരാണല്ലോ, എന്റെ ഉമ്മത്തികൾ നിസ്കാരത്തിന് ഉറക്കമെഴുന്നേറ്റ് നിസ്കരിക്കാൻ വന്നിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഹബീബ് അവസാനമായി ഉമ്മത്തിനെ കണ്ട കാഴ്ച. നമ്മൾ നിസ്കാരം നിലനിർത്തുന്നവരായി കാണുമ്പോ, അല്ലാഹുവിനെ ഭയപ്പെട്ടവരായി ജീവിക്കുമ്പോ ആ കാഴ്ചയിൽ സന്തോഷിച്ചുകൊണ്ട്